ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്. വെള്ളിയാഴ്ച പള്ളിയൊക്കെ തിരിഞ്ഞിങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ നിന്നപ്പോൾ ചോറ് നിന്നപ്പോൾ ഞാൻ നിസാമിനോട് വെച്ച് നിസാം ഇന്നിപ്പോൾ ചോറ് തിന്നാൻ എവിടേക്കാണ് പോവുക ചോദിച്ചപ്പോൾ നിസാമിനോട് പറഞ്ഞു എന്നാൽ നേരെ നമുക്ക് നമ്മളെ പെരെ പോവാ, പെര ഉള്ളത് തിന്ന് പറഞ്ഞാണ്ട് എന്നായിക്കോട്ടെ എന്നാൽ പെരെ പോവാ, എല്ലാവരെയും ഒന്ന് കാണും ചെയ്യാറുണ്ട്. ഓൻ്റെ ബാക്കിലാണ്ട് കയറി കൂടിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇന്ന് നിസാമിൻ്റെ വീട്ടിലേക്കാണ്, നിസാമിൻ്റെ അതിഥിയായിട്ടാണ് ഞാൻ പോണത്. അപ്പം എങ്ങനെ ഉണ്ട് എന്നെല്ലാം നോക്കാം. അങ്ങനെ ആ ചെക്കൻ എനിക്കും വേണ്ടി മന്തിയൊക്കെ വാങ്ങാൻ പോയതാ തോന്നുന്നുണ്ട്. എന്തായാലും ചെക്കൻ എന്താ മന്തി വാങ്ങാൻ വരി നിൽക്കുകയാണ്. നമ്മുടെ കീശ്ശേരി അലിയാസ് മന്തിയിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആ ചെക്കൻ കീസിൽ മന്തിയൊക്കെ വാങ്ങി വണ്ടിമേ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ചെക്കതാ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ വിളിച്ചാണ്ട് ഇനി അവിടെ ഉള്ള സാധനമൊക്കെ മാറ്റി വെച്ചാൽ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് ചെക്കൻ എന്താ പെണ്ണുങ്ങൾക്ക് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിമേലൊക്കെ കയറി നമ്മളെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ചേരി റൂട്ടിൽ നിന്ന് നമ്മളിതാ മൊറയൂർ റോട്ടിലേക്ക് കയറുകയാണ്. നിസാമിൻ്റെ വീട്ടിലേക്കുള്ള റൂട്ടാണ് ഗെയ്സ് ഈ കാണുന്നത്. അപ്പോൾ നിസാമിനോട് പറയാം പോണ വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോന്ന്. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മുന്നോട്ട് പോവാം. രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുയ്മണ്ണ രണ്ടോ നീണ്ടു നിൽക്കുന്ന ഗ്രാമഭംഗി ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു കാണുന്ന സ്പോട്ട്. അങ്ങനെ ചെക്കൻ കുറേ തള്ളൊക്കെ തള്ളി ഓൻ്റെ തള്ളും കേട്ട് നമ്മൾ ബാക്കിലിരുന്ന് ഇങ്ങനെ പോവാണ്. അല്ല ഓൻ പറഞ്ഞത് ശരിയാട്ടോ, നല്ല മനോഹരമായൊരു പ്ലേസാണ് ഈ കുയ്മണ്ണ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെക്കൻ ഓരോ തള്ളും പറഞ്ഞ് ഇത് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അവൻ്റെ തള്ളും കേട്ട് ഞാനും ബാക്കിലിരുന്ന് ഇങ്ങനെ എല്ലാത്തിനും മൂളി കൊടുത്ത് അങ്ങനെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ചെക്കൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നതൊക്കെ ഓൻ പറഞ്ഞ്. എന്തായാലും കുട്ടികളൊക്കെ നമ്മളെ നോക്കി ടാറ്റൊക്കെ തരുന്നുണ്ട്. നമ്മൾ സെലിബ്രേറ്റ് ആയണോന്ന് ഞമ്മക്കറിയില്ല, കുട്ടികൾ നമ്മളെ കണ്ടിടണമെന്നും അറിയില്ല. എന്തായാലും കുട്ടികൾ നമ്മളെ നോക്കി ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണം കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികൾ ടാറ്റൊക്കെ തരുന്നുണ്ട്. അങ്ങനെ നിസാമിൻ്റെ തള്ളൊക്കെ കേട്ട് പോണത് ഒരു ടീം അവിടെ ടാറ്റ തരാൻ കണ്ടോ. ഇതാണ് കുട്ടികൾ നമ്മളെ എല്ലായിടത്തുനിന്നും നമുക്ക് ടാറ്റ തരും. അങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നിസാമിനോട് പറഞ്ഞ് ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കണ്ടണോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്താ ചോദിച്ചു. കാര്യമുണ്ട് ഞാൻ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ചെക്കൻ അങ്ങനെ കൊണ്ടുപോകണേ. അപ്പോൾ ഈ കാണുന്ന സംഗതി ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഒരുപാട് വീഡിയോയിൽ ഒരുപാട് മില്യൺസ് കയറിയിട്ടുള്ള ഒരു കവാടാണ് ഈ കാണുന്നത്. അപ്പം ഒരാൾ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായ കവാടാണ് ആ കാണുന്നത്. എന്തായാലും അടിപൊളിയാണ്, സംഗതി സൂപ്പറാണ്. അപ്പോൾ അവൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള കുറേ സംഗതികളൊക്കെ കാണിച്ചെന്നാണ്. ആ മലൻ്റെ താഴെയാണ് അവൻ്റെ പേരെന്നാണ് പറഞ്ഞത്. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നമുക്ക് ആ വ്യൂ ഉള്ള സ്ഥലമൊക്കെ ഒന്ന് പോയോക്കല്ലേ. ഇവരുടെ തള്ളാണോ എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പം മെയിൻ റോട്ടുമെന്നൊക്കെ നമ്മളിതാ ഒരു കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നിസാമിനോട് ചോദിച്ചെത്ത നിസാം വെച്ച് കാട്ടിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ നിസാം പറഞ്ഞു ഇതാണ് എൻ്റെ സുന്ദരമായ വീട്, ഇവിടെയാണ് ഞാൻ കാണിച്ചു തരാറുണ്ടാണ് കൊണ്ടുപോകുന്നത്. ചെക്കൻ പറഞ്ഞ മാതിരിയാണ് കേട്ടോ, ആമസോൺ കാർഡുകളുടെ മാതിരി തന്നെ കേട്ടോ. ഇത് ബമ്പം വെറൈറ്റി സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചെക്കൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി നാച്ചുറൽ ഏരിയയിലാണ് കേട്ടുള്ളത്. അപ്പോൾ ചെക്കൻ കീസും തൂക്കി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കും പോയൊക്കെ ബാക്കിൽ കുറേ പൂച്ചകളൊക്കെ ഉണ്ടോ തോന്നുന്നുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. പൂച്ചക്കുട്ടികൾ ഒരുപാടുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അവൻ പറഞ്ഞ മാതിരി തന്നെ നാച്ചുറൽ സംഗതിയാണ്. അപ്പം സംഭവം പറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്, ആടുകളുണ്ട്. അവൻ്റെ വല്യമ്മ അവിടെ നിൽക്കുന്നു. എന്തായാലും സംഭവം ഒരു രക്ഷയില്ല. ഇനി അവൻ്റെ വീടിൻ്റെ ഉള്ളൊക്കെ നമുക്കൊന്ന് പോയോക്കാം അല്ലേ. നമ്മുടെ വീട് ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കി കണ്ടാൽ. നമ്മളതേതായാലും അതിൻ്റെ ഉള്ളിലൊന്ന് പോയേക്കാം. ഇതാണ് നിസാമിൻ്റെ വീട്. നിസാമിൻ്റെ മണിയറയിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. പിന്നെ നിസാമിനോട് പറഞ്ഞ് ഷെബീറ വീടിൻ്റെ മേലൊന്ന് പോയേക്കാം, അടിപൊളി വ്യൂ കിട്ടുന്നു. അപ്പം ഞാനിതാ ഇതിൻ്റെ മേലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്ക പറഞ്ഞത് കറക്റ്റാണോ നോക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ എന്താ സംഭവം എന്നല്ലേ പോയോക്കാൻ പോവാണ്. അവൻ പറഞ്ഞ കറക്റ്റാണ്, നല്ല മനോഹരമായ വ്യൂ ആണ് കേട്ടോ. നമുക്കിവിടെ ഇവൻ്റെ വീട്ടിൻ്റെ മേലെ നിന്ന് കാണുന്നത് അടിപൊളി വ്യൂ ആണ്, കിടിലം വ്യൂ ആണ്. അവൻ പറഞ്ഞ മോർണിംഗ് ഒക്കെ നല്ല കോട ഇറങ്ങി നല്ല അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. ഫുൾ കോട പൊതിഞ്ഞിട്ടുള്ള നല്ല മനോഹരമായ വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ടിവിടെ നമ്മൾ താഴത്ത് വന്നപ്പോൾ ടേബിൾ മേൽ ഫുഡ് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. സംഭവം ഒരു അടിപൊളി തന്നെ നിസാം.
അങ്ങനെ അങ്ങ് രണ്ടാളും കൈയും കഴിക്കിതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പം എന്താ കഴിക്കാന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. കാരണം അവൻ്റെ ഉമ്മ ഉണ്ടാക്കിയ വെറൈറ്റി സാധനം ഇവിടെ ഉണ്ട്. അപ്പം നാടൻ ഫുഡും ഉണ്ട്. എന്താ കഴിക്കാന്നുള്ള കൺഫ്യൂഷനിലാണ്. പിന്നെ നിസാമിൻ്റെ ചെക്കന് ഒരേ നിർബന്ധം ഉപ്പാൻ്റെ ഒപ്പം ഇരുന്ന് തന്നെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതാ ചെക്കന് ഇവിടെ നമ്മളെ കൂടെ ഇരുന്നിട്ടുണ്ട്. നിസാം അങ്ങനെ ഇട്ടിരുന്നുണ്ട് കേട്ടോ. ഞാൻ മതി പറഞ്ഞിട്ടൊന്നും ബോസ് നിർത്തണില്ല. ഫുള്ള് നമ്മളങ്ങോട്ട് തീറ്റിച്ചിതാക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. കണ്ട നിരത്തി ഇട്ടരാണ്. എന്തായാലും നിസാം ഒരു അടിപൊളി തന്നെയാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ നിസാമിൻ്റെ ഉപ്പയും വന്നിരുന്നു കേട്ടോ. ഇതാണ് നിസാമിൻ്റെ ഉപ്പ. പള്ള നല്ലോണം നിറച്ചാണ്ട് പിന്നെ ഓൻ്റെ സിറ്റൗട്ടിൽ വന്നാണ്ട് ഒരു ഇരുത്താണ്ട് ഇരുന്ന് അതൊരു 1.5 ഇരുത്തന്നെ കേട്ടോ. കാരണം നമ്മളെ പള്ളി നിറച്ചാണ്ട് ഈ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കിട്ടുന്ന സുഖം, അത് വേറെ സുഖം തന്നെയാണ് മക്കളെ. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂവും കണ്ട അങ്ങനെ ഇരിക്കട്ടോ, ഒരേ ഇരുത്തം. അങ്ങനെ ഫുഡും കഴിച്ച് നിസാമിൻ്റെ പേരിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പുറത്തെന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ നോക്കാനും വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ആയി കണ്ടത് കോഴിക്കോടാണ്. പക്ഷേ ഈ കോഴിക്കോട് നിന്ന് കണ്ടത് ഇപ്പോൾ നോക്കിയപ്പോൾ ആടും കൂടാണ് കേട്ടോ. എന്തായാലും അടിപൊളി വീടാണ് കേട്ടോ. നാച്ചുറൽ, നല്ല തണുപ്പുള്ള പ്രദേശമാണ്, കിടിലനാണ്, ഒരു രക്ഷയില്ല. ഇതാണ് നിസാമിൻ്റെ വല്യമ്മ കേട്ടോ. നിസാമിൻ്റെ വല്യമ്മൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. ഇന്നെ കണ്ടപ്പോൾ അവിടെ ഇട്ടതാണ്. അപ്പോൾ എത്തിനാ ചോദിച്ചപ്പോൾ നിസാമിനെ തല്ലാനാണ്. അപ്പോൾ എപ്പോഴും ചെറുപ്പത്തിൽ തല്ലി ശീലമായിട്ടേ. എന്തായാലും സംഭവം അടിപൊളിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ പോവാൻ കേട്ടോ. ഞാനും നിസാമുണ്ട്, അവൻ്റെ ഉപ്പയുണ്ട്. ഉപ്പ ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, സംഭവം സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിസാം ട്രീറ്റ് എന്നതിന് ഓനൊരു ബിഗ് താങ്ക്സ് കൊടുത്ത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.